വെള്ളാപ്പള്ളി നടേശൻ ചിട്ടി കമ്പനിയിൽ നിന്നും 23 കോടി രൂപയുടെ കള്ളപ്പണം കടത്തിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ബെൽ ചിറ്റ്സിന്റെ മറവിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. 23 കോടി രൂപയുടെ രേഖകളില്ല എന്ന് വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കള്ളപ്പണം കടത്താൻ ഇതൊരു സ്രോതസ്സായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്നുള്ളതാണ്. കള്ളപ്പണം ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും പോകാം. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. പരിശോധന നടത്തേണ്ടവർ ഒന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്, മറ്റൊന്ന് കമ്പനി ലോ ബോർഡാണ്, പിന്നെ പണമിടപാടിൻ്റെ കാര്യമായതുകൊണ്ട് RBIയുമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും. അപ്പോൾ ഇത്തരത്തിലുള്ള അധികൃത കേന്ദ്രങ്ങൾ ഈ സ്ഥാപനം മുഖേന കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, വെള്ളാപ്പള്ളി നടേശൻ അനധികൃത പണമിടപാട് ചിട്ടി കമ്പനിയുടെ പേരിലും നടത്തിയ വാർത്ത രേഖകൾ സഹിതം പുറത്തുവിട്ടത് പീപ്പിൾ TV ആണ്. എന്തൊക്കെയാണ് പിണറായി വിജയൻ പരാമർശിച്ചത്, ആരോപിച്ചത്? അരുണ്, പത്തനംതിട്ട പ്രസ് ക്ലബ് നടത്തിയ സന്ദേശം 2005 പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ പീപ്പിൾ TV പുറത്തുവിട്ട വലിയ ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമാണ്: കള്ളപ്പണത്തിന് നേരെ വലിയ തോതിൽ നടപടിയെടുക്കുന്നുവെന്ന് പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രി മോദിയാണ് വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്നലെ കൈരളി പീപ്പിൾ പുറത്തുവിട്ട വാർത്ത വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. കള്ളപ്പണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന വക്താവെന്ന് പറയുന്ന മോദി ഇനി വെള്ളാപ്പള്ളി നടേശനെ സ്വീകരിക്കുമോ എന്ന കാര്യവും അദ്ദേഹം ചോദിച്ചു. 23 കോടി രൂപയാണ് ഒരു വർഷത്തിനുള്ളിൽ ബെൽ ചിറ്റ് ഫണ്ട് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ കള്ളപ്പണം തട്ടിപ്പ് നടത്തിയത് എന്നാണ് പിണറായി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ആദായ നികുതി വകുപ്പും ഒപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻപ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തുന്ന ഘട്ടത്തിൽ ഒരു MP ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിരുന്ന കഥ കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി ഇപ്പോൾ തങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള കള്ളപ്പണ നിക്ഷേപം, അതിന്റെ കൈമാറ്റവും ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൂർണ്ണമായും വെളിയിൽ വരണം. അതിന് സമഗ്രമാണ് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്.